അടുത്തതായിട്ട് മരിയ മോണ്ടിസോറിയെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. കുട്ടികളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് പ്രാധാന്യം നൽകി സ്വയം പഠിക്കുക അഥവാ സെൽഫ് ലേണിംഗ് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. കുട്ടികൾക്ക് അനുയോജ്യമായ ചെറിയ ഫർണിച്ചറുകൾ പള്ളിക്കൂടത്തിൽ ആദ്യമായി പരീക്ഷിച്ചത് ആരെന്ന് നമുക്ക് ചോദിക്കാം. അത് മരിയ മോണ്ടിസോറിയാണ്. ഇവരാണ് പ്ലേ വേ മെത്തേഡും കൊണ്ടുവന്നത്. കുട്ടികൾ അവർക്ക് ഇഷ്ടമുള്ള ഉപകരണം തിരഞ്ഞെടുത്ത് അത് ഉപയോഗിച്ച് പഠിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കുട്ടികൾക്ക് നൽകുന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. പഠനം ഒരു ഭാരമാകാതെ കളികളിലൂടെ ആശയങ്ങൾ കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയാണ് മരിയ മോണ്ടിസോറി ചെയ്തിരുന്നത്. ഇന്ദ്രിയ പരിശീലനവും അവരുടെ ഒരു പ്രത്യേകതയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഡൈഡാറ്റിക് അപ്പാരസ് എന്ന് പറയുന്നത്, അതായത് കുട്ടികൾ സ്വയം തെറ്റുകൾ തിരുത്തി പഠിക്കാൻ സഹായിക്കുന്ന പ്രത്യേക പഠനോപകരണങ്ങൾ മോണ്ടിസോറി നൽകി. അതുപോലെ മോണ്ടിസോറി സ്കൂളിൽ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും ചെയ്യുന്നു. കുട്ടികളുടെ വീട് എന്നതാണ് ആദ്യത്തെ സ്കൂളിന് മരിയ മോണ്ടിസോറി നൽകിയ പേര്. കുട്ടികളുടെ വീട് എന്നാണ്.